ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിംഗ് ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു ജെയിൻ സ്ട്രീറ്റ് ആണോ എന്ന് സംശയമുണ്ട്. ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റിന്റെ ചാർട്ട് കണ്ട ലാസ്റ്റ് മിനിറ്റിൽ ഒരു സ്പൈക്ക്. ഇത് എവിടെ നിന്ന് വന്നു? 24,600. നിങ്ങൾ അത് നോക്കണമെങ്കിൽ ഞാനിപ്പോൾ എന്ത് കാണിച്ചുതരാം. നമ്മുടെ ലെവൽ ട്രേഡിംഗില് ഇത് 24,610 ഒരു ഒറ്റ കയറ്റ 24,774 ഭാഗത്തേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ എന്ത് മാർക്കറ്റ് ആണെന്നോ കയറുന്ന ഒരു പിടിയും കിട്ടാത്തൊരു അവസ്ഥയെ കൂടെയാണ് നമ്മുടെ മാർക്കറ്റ്. പുതിയൊരു എഫക്റ്റ് ആണ് CAS എഫക്റ്റ്. CAS എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജെയിൻ സ്ട്രീറ്റ് ആണോ എന്നൊക്കെ പലരും ട്വിറ്ററിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഈ എഫക്റ്റ് ഒന്നും എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. മാർക്കറ്റ് ആ സ്ട്രക്ചർ അങ്ങനെയൊക്കെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു എന്തുവാണ്, ഒരു ഫ്രീക്ക് ട്രേഡ് അല്ലെങ്കിൽ എന്താണ് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റേണ്ട ഒരു ക്യാൻഡിൽ ആയിട്ട് മാത്രം കരുതിക്കൊണ്ട് നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് പോവാം. ഇന്ന് മുതൽ പുതിയൊരു സമയക്രമം നമ്മളെ മാർക്കറ്റിൽ വന്നേക്കുന്നത് CAS. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. CAS സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ഒരാഴ്ച അത് യൂസ്ഡ് ആയി വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് എന്താണ് എഫക്റ്റ്, അത് എങ്ങനെ ബാധിക്കുമെന്നൊക്കെ കൃത്യമായിട്ടൊരു അനലൈസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ട്സിൽ ഏകദേശം 340 വരെ നമ്മളെ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഗോ ചാർട്ടിങ്ങില് 24,650 മുകളിൽ ഒരു അപ്ഡേഷനും വന്നിട്ടുമില്ല. എന്നാൽ ബ്രോക്കറുടെ ചാർട്ടിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ പുതിയൊരു ചേഞ്ചസ് നമ്മളെ മാർക്കറ്റിൽ വന്നതുകൊണ്ട് പല ബ്രോക്കേഴ്സിനും പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. എന്തുവാണ് ഒരു ക്ലാരിറ്റിയും വരാത്തൊരു ദിവസമുണ്ട്. അപ്പൊ ചാർട്ടുകൾ പലതും അപ്ഡേറ്റഡ് ആയിട്ടില്ല. മൊത്തത്തിലൊരു ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ചാറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മളിപ്പം കാണുന്ന ഏതാണ് ഗോ ചാർട്ടിങ്ങിൽ കാണുന്ന ആ ഒരു സിസ്റ്റം. എനിക്ക് തലയ്ക്ക് മുകളിലാണ് ഞാൻ സ്ക്രീൻ വെച്ചുകൊണ്ടാണ് ഞാൻ കൈ ഇങ്ങനെ പൊങ്ങി കാണിക്കുന്നത്. സോ ഓവറാൾ ഇങ്ങനെ ഒരു CAS സിസ്റ്റത്തിലേക്ക് മാർക്കറ്റ് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ പറയുന്നത് ഒരാഴ്ച മിനിമം, ഒരാഴ്ചയല്ല, ഒരു 10-15 ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്ന് എടുക്കും. ഇതൊരു പുതിയ ജെയിൻ സ്ട്രീറ്റ് ആണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓവറോൾ സ്ട്രക്ചർ. സോ ഇങ്ങനെ കുറച്ച് ന്യൂസുകളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. നാളെ നമ്മുടെ ആദ്യത്തെ നിഫ്റ്റിയുടെ പുതിയ സമയക്രമത്തിൽ എക്സ്പയറി ആണ്. എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയില്ല. എങ്ങനെ ഓപ്ഷൻസിന്റെ പ്രൈസ് മൂവ് ചെയ്യോ, എങ്ങനെ ചാർട്സിനെ അവര് മാനിപ്പുലേറ്റ് ചെയ്യോ, ഒരു കാര്യവുമില്ല, ഒരു അറിവുമില്ല. നാളെ വൈകിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം നടക്കാൻ പറ്റൂല. ആ ഒരു രീതിക്ക് മാത്രമേ. കാരണം മാർക്കറ്റിൽ എന്ത് വന്നാലും നമ്മൾ എന്താണ്, റീറ്റെയിൽ ട്രേഡേഴ്സ് ആർ ദ പിഗ്സ് എന്ന് പറയുന്നത്. നമ്മളത് അനുഭവിച്ചിട്ട് വേണം നാളത്തേക്ക് നോക്കാം. ഇങ്ങനെ ഈ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളോ അതോ നമ്മൾ വീണ്ടും അതിലേക്ക് കറങ്ങുമോ നമുക്ക് നാളെ നോക്കിയിട്ട് പോവാം. പൊതുവേ നിങ്ങൾ സ്ട്രക്ചർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ടൈം ഫ്രെയിമിനെ കടത്തി വെച്ചാൽ നിഫ്റ്റി ഒരു P-ഷേപ്ഡ് പ്രൊഫൈലാണ്. ഞാൻ ആ M പീരീഡിനെ മൊത്തത്തിൽ കട്ട് ചെയ്യണേ. ഇതൊരു ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇപ്പോഴും ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു മുറിച്ചു മാറ്റേണ്ട ഒരു ഭാഗമായിട്ട് കരുതി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു P-ഷേപ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റി. POS നിൽക്കുന്ന 24,596 ഭാഗത്താണ്. ഇതിലെ ക്ലോസിംഗ് കാണിക്കണ 24,774 ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. 24,596 ഭാഗത്തേക്കാണ് ആ POS. ഞാൻ അപ്പൊ 24,596 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ 24,500 താഴെ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ്? 24,500 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. സോ അതാദ്യം ഞാൻ ബെയറിഷ് റെഫറൻസ് വരയ്ക്കാം. 24,500 ആയിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ഒരു ബെയറിഷ് റെഫറൻസ്. അതിനെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എങ്ങോട്ട് പോകാം? ഇതാണ് നമ്മളെ സംബന്ധിച്ച് പറയാം. ഫസ്റ്റ് 500 താഴെ നിൽക്കുകയാണെങ്കിൽ 24,440 ഭാഗത്ത് എത്ര? 455, 24,455 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 24,400 ഭാഗത്ത് 24,400 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നമ്മൾ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്നലത്തെ നമ്മളെ ഫ്രൈഡേയുടെ POC ആയ 24,364 ഭാഗത്തേക്ക് S3 എന്ന് പറയുമ്പോൾ 24,364 ഭാഗത്ത് 24,364 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 500 താഴെ പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി 620 പൊട്ടുകയാണെങ്കിൽ നമ്മൾ എവിടെ നിൽക്കും? നമ്മളിപ്പോ നിൽക്കുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 6th മാർച്ചിന്റെ എത്രയാണ്? നമ്മൾ നോക്കിയ മാർച്ച് 6th മാർച്ചാണ്. 6 മാർച്ചിന്റെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻട്ര ഈ ഒരു ഏരിയയുടെ ഭാഗത്ത്. സോ 620 മുകളിൽ മാർക്ക്. ഇനി ബുള്ളിഷ് റെഫറൻസ് 620 ഇനി ബുള്ളിഷ് റെഫറൻസ് 24,620 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്.
ആ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ടാർഗറ്റ് 24,680. എത്രയാണ്? 24,680 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്തത് 24,733. എത്രയാണ്? 24,733. 24,733. 24,733 ഭാഗത്തേക്കും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 24,800. എത്രയാണ്? 785. 24,785 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താം. നാളെ ഇപ്പൊ ഈ ഒരു പ്രൈസ് ആണ് നാളെ നമ്മളെ മാർക്കറ്റിൽ വരികയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ട്രേഡിനെ കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ ഇങ്ങനെയാണ് നാളെ മാർക്കറ്റ്, ഇത് ആക്ച്വൽ പ്രൈസ് ആണ്, ഇത് ഫ്രീക്ക് ട്രേഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വച്ച് അനുഭവിക്കാനേ ബുദ്ധിയുള്ളൂ. നാളെ ഇതേ ഫെസിലിറ്റി മാർക്കറ്റിൽ വരുമോ നോക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചാർട്ടിങ്ങിന്റെ സിസ്റ്റവും ചാർട്ടിങ് അനാലിസിസും മൊത്തത്തിൽ തെറ്റാനുള്ള ചാൻസ് പൊതുവെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 620 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ റീ എൻട്രി പോസിബിൾ ആക്കി എടുത്തുകൊണ്ട് 680, 733, 785 ഭാഗത്തേക്ക് മാർക്കറ്റ് പോവാം. 500 പൊട്ടുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് എടുത്തുകൊണ്ട് താഴേക്ക് വന്ന് എങ്ങോട്ട് വരാം? 455, 24,400, 24,364 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ പൊതുവെ മാർക്കറ്റിൽ കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിക്കും സെയിം ഫ്രീക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. എന്ത് ചെയ്യാം? ഇത് വച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കാനേ നമുക്ക് വിധിയുള്ളൂ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ, വേറെ ഒന്നും പറയാനില്ല, പെർഫെക്റ്റ്ലി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. 57,756 ഭാഗത്തേക്കാണ് POC. 57,756 ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 57,400. എത്രയാണ്? 57,400 താഴെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സെല്ലിംഗ് എടുക്കും. നമ്മൾ 57,400 താഴെ നിൽക്കുകയാണെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ആ സെല്ലിംഗ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് 57,264 ഭാഗം. എത്രയാണ്? 57,264 ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. 57,264 ഭാഗത്തേക്ക് വരും. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത് 57,160. എത്രയാണ്? 57,160 അല്ല, 57,000 ഇന്നത്തെ ലോവർ സ്ട്രക്ചറായ 57,135 ഭാഗത്തേക്ക് വരാം. അതായിരിക്കും ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 56,936. എത്രയാണ്? 56,936 ഭാഗത്തേക്ക് വരും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺവേർഡ് ലെവൽ. ഇപ്പൊ 57,400 പൊട്ടുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും ഇറങ്ങി 56,936 വരെ ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ്, ഇത് വീണ്ടും നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് തന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു. ഇത് വീണ്ടും സത്യം പറഞ്ഞാൽ ഇതിന് മുകളിൽ ഒരു മൂവ്മെന്റ് ഇല്ല. 57,852 മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടില്ല. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 58,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച്, എത്രയാണ്? 57,900. 57,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 58,058. എത്രയാണ്? 58,058 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 58,240. 58,240 ഭാഗത്ത്, 58,240 ഭാഗത്തേക്ക് വരാനും. തേർഡ് 58,400. എത്രയാണ്? 58,400 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവല്. സോ നിഫ്റ്റിയിൽ എന്താണോ ഞാൻ പറഞ്ഞത്, നാളെ തിരിച്ച് ഇൻകേസ് ഇതാണ് മാർക്കറ്റിന്റെ ക്ലോസിംഗ് ആണെങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി ഈ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തണമെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് എടുക്കാറുള്ളൂ. പൊതുവെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ മാർക്കറ്റ് എവിടെയാണെന്നത് ക്ലോസിംഗ് പ്രൈസ് നോക്കി ബാക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന മിഡ് ക്യാപ്പിന് അത്രയ്ക്ക് ഇല്ലെങ്കിൽ കൂടെ സത്യം പറഞ്ഞാൽ മിഡ് ക്യാപ്പ് രക്ഷപ്പെട്ടെന്ന് വേണം. മിഡ് ക്യാപ്പിൽ അങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടില്ല. കാരണം ഇന്നലത്തെ ആ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് മുകളിലൊന്നും ആശാൻ പോയിട്ടില്ല. സോ ഞാൻ ആ ബുള്ളിഷ് റെഫറൻസിനെ ഒന്ന് പൊക്കി മുകളിലോട്ട് കൊണ്ടുവരാം. R1 കൊണ്ടുവന്നു, R2 കൊണ്ടുവന്നു. നമുക്ക് ഇനി POC കൊണ്ടുവരാം. ഇപ്പൊ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു പി ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് പ്രൊഫൈലാണ്. 14,876 ഭാഗത്തേക്കാണ് POC. 14,876 ഭാഗത്തേക്ക് ആ POC ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,786 പൊട്ടയാണെങ്കിൽ ഞാൻ സെല്ലിംഗ് എടുക്കാത്തതാണ്. 14,700 ഇന്നലത്തെ POC പൊട്ടയാണെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 14,720. എത്രയാണ്? 14,720 ഭാഗത്ത്, 14,720 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,676. എത്രയാണ്? 14,670, 14,676 ഭാഗത്തേക്ക് വരാം.
തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,632 എത്രയാണ്? 14,630 എത്ര? 14,630 ഭാഗത്ത്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ് ലെവലുകൾ. ഇനി അപ് സൈഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈ 14,920 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കൂ. എത്രയാണ്? 14,920 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സോ ഫസ്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ 14,920 മുകളിൽ മാത്രം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,975 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് 15,025 എത്രയാണ്? 15,025 ഭാഗത്തേക്ക് 50,025 ഭാഗത്തേക്ക്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ലെവൽസ് ആണ്. അത് മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 15,070 ഭാഗത്ത് 15,070 ഇതാണ് എനിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചും മിഡ് ക്യാപ്പിൽ ഒരു അപ്സൈഡ് പറയുന്നത്. സോ ഈ റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് മാർക്കാർ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആകപ്പാടെ ഡിസ്റ്റോർട്ടഡ് അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു ചാർട്ട് മിഡ് ക്യാപ്പ് മാത്രമായതുകൊണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ നാളെ പുതിയ എക്സ്പയറി ആണ്. ഈ പുതിയ ടൈമിംഗിൽ വരുന്ന എക്സ്പയറി ആയതുകൊണ്ട് ഒന്ന് ട്രേഡിംഗ് ചെയ്യാതിരുന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് അതിന്റെ ഒരു അനലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലതാണെന്ന് എന്റെ ഒരു അഭിപ്രായം. എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഒരു അറിയിപ്പും കൂടെ ഉണ്ട്. നമുക്ക് ഈ വരാൻ പോകുന്ന ഓഗസ്റ്റിൽ നമ്മൾ പുതിയൊരു മെഗാ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതാണ് മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയുടെയും ഇൻഡെപ്ത് അനാലിസിസ് വെച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെഗാ ബാച്ച് ആയിരിക്കും. അതിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. സിംഗിന് വേണ്ടിയുള്ള സപ്പോർട്ട് തരുന്നുണ്ട്. സ്റ്റോക്കിന് ഫ്യൂച്ചറിനെ കുറിച്ച് ഓപ്ഷനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്നാമത് നമുക്ക് എന്താണ് നിഫ്റ്റിയുടെ, ബാങ്ക് നിഫ്റ്റിയുടെ, MCXന്റെ എല്ലാം ട്രേഡ് പ്ലാൻസ് റിപ്പോർട്ട്സും ട്രേഡിംഗ് സജഷൻസും ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ട്രേഡ്സും ഞാൻ എടുക്കുന്നതാണ്. ആ എടുക്കുന്ന ട്രേഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇതിന്റെ റീസൺ എന്താണ്, എന്തുകൊണ്ട് എടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അതടങ്ങിയ ഒരു മെന്ററിംഗ് ബാച്ച് ആയിരിക്കും വരാൻ പോകുന്നത്. അതിന്റെ കൂടെ നമുക്ക് ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് 15 ഇംഗ്ലീഷിന്റെ ഒരു മെന്ററിംഗ് ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങളെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഹാപ്പി ട്രേഡിംഗ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.